സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിലാണ് നിലവിൽ ശക്തമായ മഴ പെയ്യുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കവചം മുഴങ്ങി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ജില്ലകളിലുള്ളത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഗ്രീൻ അലർട്ട് ഉള്ളത്. മറ്റു 9 ജില്ലകളിലും യെല്ലോ അലർട്ടാണുള്ളത്. അതിനാൽ തന്നെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. നിലവിൽ ജൂലൈ 7 വരെയുള്ള മുന്നറിയിപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ജൂലൈ 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ഒരു ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മിക്ക ജില്ലകളിലും കാണുന്നുണ്ട്. ജൂൺ 6-ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ, ഇടിമിന്നൽ, ശക്തമായ കാറ്റ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഇന്ന് കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ സൈറണുകൾ മുഴങ്ങി. വൈകിട്ട് 4 മുതൽ 4:30 വരെയായിരുന്നു സൈറണുകൾ മുഴങ്ങിയത്. ഇത് ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായുള്ള പരീക്ഷണവും മുന്നറിയിപ്പ് രീതിയും കൂടിയാണ്. സൈറന്റെ ശബ്ദം കേൾക്കുമ്പോൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കണമെന്നും പറയുന്നുണ്ട്. പല ജില്ലകളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കവചത്തിന്റെ പ്രാധാന്യം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത്. മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അധികൃതർ നിർദ്ദേശിക്കുമ്പോൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മഴ ശക്തമാകുമ്പോൾ പുഴകൾ മുറിച്ചു കടക്കരുതെന്നും അതുപോലെ ജലാശയങ്ങളിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാനും പാടില്ലെന്നും പറയുന്നു. പുഴകൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ചകൾ കാണുന്നതും സെൽഫി എടുക്കുന്നതും കൂട്ടം കൂടി നിൽക്കുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശങ്ങളിലുണ്ട്. കനത്ത മഴയുള്ളപ്പോൾ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടുതൽ വിവരങ്ങളും ലഭ്യമാണ്. അതേസമയം ജൂലൈയിലും കേരളത്തിൽ മഴ കുറയുമെന്ന പ്രവചനവുമായി കാലാവസ്ഥാ വകുപ്പ് രംഗത്തെത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം പ്രതീക്ഷിച്ചതിലേറെ ദുർബലമായേക്കും. സാധാരണ ജൂണിൽ കേരളത്തിൽ മഴ കുറയാറുണ്ടെങ്കിലും അത് നികത്തുന്നത് ജൂലൈയിലെ പെയ്ത്തിലാണ്. എന്നാൽ ഇത്തവണ ജൂണിൽ കാലവർഷം ആരംഭിച്ച ശേഷം കഴിഞ്ഞ ദിവസം വരെ 33% വരെ മഴ കുറവാണ് ലഭിച്ചത്. അതിനാൽ പസഫിക് സമുദ്രതലത്തിൽ എൽനിനോ പ്രതിഭാസത്തിന്റെ തുടർച്ചയായി സംഭവിക്കുന്നതാണ് ഈ മാറ്റത്തിന് കാരണമെന്നും പറയുന്നു. എൽനിനോ സംഭവിക്കുന്ന വർഷങ്ങളിൽ കേരളത്തിൽ കാലവർഷം ജൂലൈയിലും ദുർബലമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.